ഹലോ നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് വാല്യുബിൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യ സ്ഥാനത്തുള്ളത് ഗ്യാരി ഹൂപ്പർ. നമുക്കറിയാം ഈ സീസണിലാണ് ഗ്യാരി ഹൂപ്പറിനെ നമ്മൾ സൈൻ ചെയ്തായിരുന്നത്. 9.99 കോടിക്കാണ് ഗ്യാരി ഹൂപ്പറിനെ സൈൻ ചെയ്തായിരുന്നത്. പിന്നെ സെക്കൻഡ് പൊസിഷനിലുള്ളത് നമ്മുടെ ബെർബട്ടോ ആണ്. നമുക്കറിയാം അത്ര വലിയ പെർഫോമൻസ് ഒന്നും ഈ പ്ലെയർ നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചാവുന്നില്ല. പിന്നെ തേർഡ് പൊസിഷനിലുള്ളത് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ വിസൻഡെ ഗോമസ് ആണ്. പിന്നെ ഫോർത്ത് പൊസിഷനിലുള്ളത് റാമേജ്. നമുക്കറിയാം സെൻട്രൽ ബാക്കായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റാമേജ് കളിച്ചായിരുന്നത്. പിന്നെ ഫിഫ്ത്ത് പൊസിഷനിലുള്ളത് നമ്മുടെ ഒഗ്ബച്ചാണ്. നമുക്കറിയാം ലോണിൻ്റെ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിക്കൊക്കെ പോയിരുന്ന ഒരു പ്ലെയറാണ്. പിന്നെ സിക്സ്ത് പൊസിഷനിലുള്ളത് കോയിംബ്ര. നമുക്ക് അത്ര അറിയാൻ ചാൻസ് ഇല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്നു കോയിംബ്ര. പിന്നെ സിക്സ്ത് പൊസിഷനിലുള്ളത് വെസ്റ്റ് ബ്രൗൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെൻട്രൽ ബാക്കായിട്ടാണ് വെസ്റ്റ് ബ്രൗൺ കളിച്ചായിരുന്നത്. ഒരു വലിയ സൈനിങ്ങിനൊക്കെ ISL പറഞ്ഞായിരുന്നു. പിന്നെ എയ്ത്ത് പൊസിഷനിലുള്ളത് നമ്മുടെ സ്റ്റീഫൻ പിയേഴ്സൺ ആണ്. നമുക്കറിയാം 2014 സെമി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിന്നിംഗ് ഗോൾ അടിച്ച ഒരു പ്ലെയർ കൂടിയാണ് സ്റ്റീഫൻ പിയേഴ്സൺ. ഈ പ്ലെയർ 80Kക്ക് കൂടി സൈൻ ചെയ്ത് പോയായിരുന്നു. പിന്നെ നയൻത്ത് പൊസിഷനിലുള്ളത് നമ്മുടെ ലാൻ ഹ്യൂം ആണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്രയോ ഗോൾ അടിച്ചായിരുന്ന ഒരു പ്ലെയറാണ് ലാൻ ഹ്യൂം. പിന്നെ ലാസ്റ്റ് പൊസിഷനുള്ളത് നമ്മുടെ നെടുന്തൂണായ സെഡ്രിക് ഹെഗ്ബാട്ട്. നമുക്കൊക്കെ അറിയാം ആരോൺ ന്യൂക്സും സെഡ്രിക് ഹെഗ്ബാട്ടൊക്കെ എത്ര വലിയ ഇമ്പാക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചായിരുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് വാല്യുബിൾ ഫോറിൻ പ്ലേയേഴ്സ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്.